കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന ജില്ലയിൽ പലതരത്തിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായതാണ്. പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ ഉള്ളൂർ വാർഡിൽ തന്നെ കോൺഗ്രസിന് ഒരു റിബൽ സ്ഥാനാർത്ഥി രംഗത്തെത്തിയിട്ടുണ്ട്. ജോൺസൺ തങ്കച്ചനാണ്. അദ്ദേഹം ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് കൈരളി ന്യൂസിനോട് അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പല സ്ഥലങ്ങളിൽ സമാനമായ പ്രതിഷേധമുണ്ട്. സ്ഥിരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ 10-25 വർഷമായി തുടർച്ചയായി മത്സരിക്കുന്നു. ഉള്ളൂരിലെയും അവസ്ഥ ഏറെക്കുറെ അങ്ങനെയാണ്. വാർഡ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും കോർ കമ്മിറ്റികളും കൂടുന്ന തീരുമാനിച്ച സ്ഥാനാർത്ഥികളല്ലാതെ മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നു എന്ന ആരോപണം തന്നെയാണ് കോൺഗ്രസിൻ്റെ വിവിധ വാർഡുകളിൽ സമാനമായ വിഷയമുണ്ട്. ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്ത മണ്ണന്തലയിലും സമാനമായി ഒരു റിബൽ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. ഇന്ന് അദ്ദേഹം നോമിനേഷൻ നൽകാൻ പോവുകയാണ്. ഇപ്പോൾ ജോൺസൺ തങ്കച്ചൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ സാഹചര്യം, എന്ത് പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നതെന്ന് കൈരളി ന്യൂസിനോട് അദ്ദേഹം തന്നെ നേരിട്ട് പറയും. ഒരിടത്തല്ല പലയിടത്ത് സമാനമായ പ്രതിഷേധമുണ്ട്. ഉള്ളൂരിലെ പ്രതിഷേധം എന്താണ്? ഇത് ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് തന്നെ, കഴിഞ്ഞ ഇലക്ഷൻ അല്ല, ഒരു 15-20 വർഷം തൊട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളുള്ള ആളാണ്, എല്ലാമാണ്. അപ്പോൾ നമുക്ക് യുവാക്കൾക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ, എന്നെ തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും ഒരാൾക്ക് ഒരു അവസരം തരും, ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾ യുവാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അട്ടിമറിച്ച് വീണ്ടും പഴയതുപോലെ തന്നെ മറ്റൊരാൾ എത്തുകയാണ്. അപ്പോൾ അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരിക്കലും പാർട്ടിക്ക് ഒരു പ്രതിഷേധമായിട്ടല്ല. അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് ജോൺസൺ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രവർത്തകരെക്കാട്ടിലുപരി ആ നാട്ടുകാരുടെ വികാരമാണ്. അവിടുത്തെ ജനങ്ങൾ പോലും പറയുന്നുണ്ട്, ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ നിങ്ങൾക്കെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വേറൊരാളെ കൊണ്ടുവന്നുകൂടെ? നാട്ടുകാർ ചോദിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇറങ്ങാമെന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് പാർട്ടിയെക്കാട്ടിലുപരി അവിടെയുള്ള ജനങ്ങളുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഉണ്ട്. കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്, ഈ വാർഡിൽ തന്നെയുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ജോൺസൺ ഈ ഉള്ളൂരിൻ്റെ ബ്ലോക്ക് ഭാരവാഹിയാണ്. ബ്ലോക്കിൽ എന്ത് ചുമതലയാണ് വഹിക്കുന്നത്? നിർവാഹക സമിതിയാണ്. ബ്ലോക്ക് നിർവാഹക സമിതിയാണ്. പ്രസിഡന്റുമാണ്. ബൂത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ മാറ്റിയിരിക്കുന്നു. മറ്റൊരാൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് താങ്കളെ മാറ്റി. കാരണം ഞങ്ങൾ ചെറുപ്പക്കാർക്കൊരു എതിർപ്പുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ ആ ബൂത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പോലും എന്നോട് പറയാതെ ഇവർ മാറ്റിയായിരുന്നു. അതായത് തലമുറ മാറ്റം യുവാക്കൾക്ക് പ്രാദേശികമായി ബന്ധമുള്ളവരെ പരിഗണിക്കുന്നില്ല. ഈ കോർ കമ്മിറ്റിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ വേറെ എങ്ങോട്ടും കംപ്ലൈൻറ്റുമായിട്ടോ ഒന്നും പറയാൻ പോയിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. കാരണം ആ കമ്മിറ്റിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ഈ കമ്മിറ്റിയിൽ തന്നെ നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റാണ് നമ്മൾ സ്വാഭാവികമായി അറിയിച്ചു കാണുമല്ലോ. ബ്ലോക്ക് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? നോർമലി ഞാൻ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബ്ലോക്ക് പ്രസിഡന്റ് അടുത്തോ വാർഡ് പ്രസിഡന്റ് അടുത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കമ്മിറ്റിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണെന്ന്. ആ കമ്മിറ്റിയിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, ഭാരവാഹികളും അല്ലാത്ത നേതാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരോടെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് തുറന്നു പറഞ്ഞതാണ്, ഞാൻ എന്തായാലും പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല. കാരണം യുവാക്കൾക്ക് ഇവിടെ പരിഗണന തരുന്നേയില്ല. കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇവിടെ ആർക്കും തന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധമായി ജനങ്ങളുടെ പിന്തുണയോടെയാണ് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത്. നോമിനേഷൻ എപ്പോഴാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ 11 മണിയാകുമ്പോൾ കൊടുക്കും. പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി നേതാക്കന്മാർ ആരെങ്കിലും ബന്ധപ്പെടുകയാണെങ്കിൽ, സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ? അല്ല, അത് അവർക്ക് തന്നെ കാണാം, സംസാരിക്കാം. ആരോടും എനിക്കൊരു എതിർപ്പുമില്ല, വെറുപ്പുമില്ല. പക്ഷേ ഞാൻ എന്തായാലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വിഷു ഓൾ ദ ബെസ്റ്റ്. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള സമ്മതി സ്വാഭാവികമായി ഒരു ആശംസ നൽകണമല്ലോ. അപ്പോൾ ജോൺസൺ തങ്കച്ചനാണ് ഇപ്പോൾ ചേർന്നത്. ഉള്ളൂരിലെ ബ്ലോക്കിലെ നിർവാഹക സമിതി അംഗമാണ് ജോൺസൺ. ജോൺസൺ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നോമിനേഷൻ ഇന്ന് 11 മണിക്ക് നഗരസഭ നൽകാൻ പോവുകയാണ്. ആ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കോൺഗ്രസ് എന്ന പാർട്ടിക്കെതിരെയല്ല, മറിച്ച് കോൺഗ്രസ് എടുക്കുന്ന സമീപനം, ഉള്ളൂരിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പരിഗണിക്കുന്നില്ല എന്ന പ്രതിഷേധമാണ് ജോൺസൺ തങ്കച്ചൻ രേഖപ്പെടുത്തുന്നത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.